ഭാഗവതത്തിൽ ഭീഷ്മരുടെ ശരീരം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് തൻ്റെ മനസ്സിനെ ആത്മാവായ ഭഗവാനിൽ പരിപൂർണമായി ഉറപ്പിച്ച് അബോധത്തോടുകൂടി മരിച്ചു എന്നാണ്. ഇന്നിപ്പോൾ എല്ലാവരും മരിക്കുന്നത് അബോധത്തോടു കൂടിയിട്ടാണ്. നമ്മൾ മരിക്കണം എങ്ങനെ? ഭഗവത് ബോധത്തോടുകൂടി മരിക്കുക. അതിങ്ങനെ പരിശീലിച്ച് വന്നാൽ ബോധത്തോടുകൂടി അത് ശരീരം ഒരു ഉപേക്ഷിക്കുന്ന രീതിയായിത്തീരുന്നതാണ്. പണ്ടുള്ള ഋഷീശ്വരന്മാരൊക്കെ പറയുന്നു മനുഷ്യന് ഈ ശരീരം ഉപേക്ഷിക്കാൻ പറ്റും. ഇന്ന് ആത്മഹത്യ എന്ന് പറയുന്നത് അതല്ല. തൻ്റെ മനസ്സ് പരിപൂർണമായി ഈശ്വര ബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ശരീരം വേണ്ടാന്ന് ചിന്തിക്കാൻ പറ്റും അത്രേ. അപ്പം ശരീരത്തിൻ്റെ പാട്ടിൽ പോകും, മനസ്സ് മുഴുവൻ ആരിലേക്ക് ലയിക്കും? ഭഗവാന്. അങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇന്നിപ്പോൾ പറയുന്നത് മനുഷ്യന് 3 മനസ്സുണ്ട് എന്നാണ്. 1 ബോധ മനസ്സ്, 2 അബോധ മനസ്സ്, 3 ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഡ്രീം മൈൻഡ് എന്ന് പറയും. നമുക്കൊക്കെ ഉള്ളതാണിത്. ഇപ്പം നമ്മളൊക്കെ ബോധ മനസ്സിലിരിക്കുകയാണ്. ഇനി ഉറക്കത്തിലേക്ക് കടന്നാൽ നമ്മളൊക്കെ അബോധ മനസ്സിലായി. അത് കഴിഞ്ഞാൽ നമുക്കൊരു സ്വപ്ന മനസ്സുണ്ട്. സ്വപ്നം കാണുന്ന ഒരു മനസ്സ്, ഉണർന്നിട്ടുമില്ല എന്നാൽ ഉറങ്ങിയിട്ടുമില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള മനസ്സാണ് ഏത്? സ്വപ്ന മനസ്സ്, ഉപബോധ മനസ്സ്. എന്നാൽ 4മത്തൊരു മനസ്സുണ്ട് എന്നാണ്. അതിനെയാണ് ഭഗവാൻ സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് ഭഗവാൻ പറയുന്നത് സുഖവും ദുഃഖവുമെല്ലാം നമ്മുടെ മനസ്സിനെ തളർത്താത്തൊരവസ്ഥ. സുഖം വന്നാലും ദുഃഖം വന്നാലും രണ്ടും ഈശ്വര നിശ്ചയമായി പ്രസാദമായി കണ്ട് ദുഃഖത്തിൽ തളരുന്നുമില്ല, സുഖത്തിലൊട്ട് നമ്മൾ ഒരു അഹങ്കരിക്കുന്നുമില്ലാത്തൊരവസ്ഥ. ഇന്ന് നമുക്ക് സുഖം വന്നാൽ നമ്മൾ, സന്തോഷം വന്നാൽ നമ്മൾ, സന്തോഷം വരുന്ന കാര്യം നമുക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ തോന്നും അല്ലേ? എനിക്കിങ്ങനെ ഒരു കാര്യം നടന്നോ, ഞാൻ വിചാരിച്ചത് നടന്നോ, എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് എൻ്റെ കാര്യം നടന്നു. ദുഃഖം വരുമ്പോഴും നമ്മൾ പറയുന്നത് എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക്. അപ്പോൾ ഒന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷം പങ്കുവയ്ക്കും, രണ്ടാമത്തതിൽ നമ്മൾ ദുഃഖം പങ്കുവയ്ക്കും. എന്നാൽ നമ്മൾ കുറച്ചുകൂടി മാനസികമായി ഉയർന്നു കഴിഞ്ഞാൽ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും രണ്ടും ഭഗവാന്റെ നിയോഗമായി കാണുന്നൊരവസ്ഥ ഭഗവാൻ പറയാണ്. ഇങ്ങനൊരു മാനസികാവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ് ഇനിയും ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഇതൊന്നും ഡോക്ടർമാരൊന്നും കണ്ടുപിടിക്കാത്തതാട്ടോ. ആ മാനസികാവസ്ഥയുടെ പേരാണ്, അതിൻ്റെ പേരാണ് അവബോധം. എന്താണ് അവബോധം? അതായത് മനസ്സ് പരിപൂർണമായി ഈശ്വരനാണ് എന്നെ നിലനിർത്തുന്നതെന്ന ബോധം. എൻ്റെ ശക്തി എൻ്റെ ശരീരമല്ല, എൻ്റെ ശക്തി എൻ്റെ ബന്ധുക്കളല്ല, ഭാര്യയോ ഭർത്താവോ മക്കളോ അല്ല, എൻ്റെ ശക്തി എൻ്റെ പണമോ ജോലിയോ അല്ല. എൻ്റെ ശക്തി ഗുരുവായൂരപ്പൻ തന്നെ, ഭഗവാൻ തന്നെ, എൻ്റെ അന്തരാത്മാവ് തന്നെ. ഈ ബോധത്തോടുകൂടി മരിക്കുന്നവർക്ക് ഇനി പുനർജന്മ നവിദ്യതേ എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തില്ല? അവർക്കിനി പുനർജന്മമില്ല എന്നാണ്. അപ്പം അങ്ങനെയുള്ള മാനസികാവസ്ഥയെക്കുറിച്ചൊന്നും ലോകം ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മുടെ ഋഷിമാരാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ മനസ്സിനെ നമ്മൾ എന്തു വന്നാലും അത് ഭഗവാന്റെ പ്രസാദമായി, നിയോഗമായി അങ്ങനെ പരിശീലിച്ച മനസ്സിനെ ഏത് ബോധത്തിലെത്തിക്കണം? ഒരു സമാധി, സമബോധം. അപ്പോൾ ഏതൊക്കെ ബോധമുണ്ട്? നമുക്ക് 4 ബോധങ്ങളുണ്ട്. ഒന്നാമത്തത് ബോധമനസ്സ്, രണ്ടാമത്തത് അബോധ മനസ്സ്, മൂന്നാമത്തത് ഉപബോധ മനസ്സ്, നാലാമത്തെ സമബോധ മനസ്സ്, അഞ്ചാമത്തത് അവബോധ മനസ്സ്. മനസ്സിലാക്കേണ്ടതല്ലേ? അല്ലേ? വളരെ ഗംഭീരമാണ്. ഭട്ടതിരിപ്പാട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സാന്ദ്രാനന്ദാവ ബോധം അവിടെ നിന്നാണ് ഭട്ടതിരിപ്പാട് തുടങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ കുട്ടികളിലേക്കൊക്കെ പകർന്നു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ജീവിതം. അപ്പം നമ്മളൊന്നും വന്നിരിക്കുന്നത് കേവലം ഇങ്ങനെ ദുഃഖിക്കാനോ തളരാനോ പ്രയാസപ്പെടാനോ ബുദ്ധിമുട്ടാനോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. നമ്മളൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിനെ ഉയർത്തി എവിടെ എത്തിക്കണം? ഭഗവാനിലേക്ക് എത്തിക്കണം. അത്ര ഒരു ശക്തിയിലേക്ക് മനസ്സിനെ ഉയർത്താനാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്.
അപ്പം ഇപ്രകാരം ആ ഭീഷ്മപിതാമഹൻ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് അടുത്ത കഥയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ പാണ്ഡവന്മാർ രാജ്യം ഭരിക്കാൻ തുടങ്ങി. രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഇരിക്കുകയാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഒരിക്കൽ ധർമ്മപുത്രർ ചോദിക്കുകയാണ് ഭീമനോട്, അർജുനനോട്, അല്ല അർജുന, എത്ര കാലമായി നമ്മൾ കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒന്ന് അങ്ങേക്ക് പോയി കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞുകൂടെ എന്ന്, ഒന്ന് അങ്ങേക്ക് പോയിക്കൂടെ എന്ന്. അപ്രകാരം പറഞ്ഞ സ്ഥിതിക്ക് കൃഷ്ണൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതും അർജുനൻ അവിടെ നിന്ന് ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. അർജുനൻ പുറപ്പെട്ടു. 6 മാസം കഴിഞ്ഞിട്ടും അർജുനൻ തിരിച്ചു വരുന്നില്ല. അപ്പോൾ കുറേ അനർത്ഥങ്ങൾ, കുറേ വിഷമങ്ങൾ. നോക്കൂ, എന്താ ഒരു ആ കോണ്ടെസ്റ്റ് നോക്കൂ നിങ്ങൾ. ഭീമസേനോട് പറയുകയാണ് ധർമ്മപുത്രൻ, കണ്ടില്ലേ ആത്മഹത്യകൾ, എല്ലാ തരത്തിലുള്ള അപകടങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കൂടി വരുന്നു. ഗർഭിണികളുടെ ഗർഭം അലസിപ്പോവുക, കുടുംബ കലഹങ്ങൾ, ഓരോരോ പ്രശ്നങ്ങൾ, കള്ളുകുടിക്കുക, അതുപോലെ കള്ളത്തരം, ചതി, വഞ്ചന, ഇതൊക്കെ കൂടി വരുന്നുവല്ലോ ഭീമസേന. എന്താവോ ഇതിനൊക്കെയുള്ള കാരണം എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ ധർമ്മപുത്രർ പറയാണ്, ഭീമസേനൻ പറയാണ്, എന്നാൽ ഞാൻ പൊയ്ക്കോളാം, ഒന്ന് ജ്യേഷ്ഠ, എന്താണ് അർജുനൻ തിരിച്ചു വരാത്തതെന്ന് ഞാൻ നോക്കിക്കോളാന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണാൻ വേണ്ടിയിട്ട് ധർമ്മപുത്രർ ഭീമസേനോട് പറഞ്ഞ സമയത്ത് അർജുനൻ തിരിച്ചു വരുന്നൊരു കാഴ്ച കാണുകയാണ്. ഭാഗവതത്തിലെ അതിഗംഭീരമായൊരു ഭാഗമാണ് 15-ാം അധ്യായത്തിൽ അർജുനൻ്റെ തിരിച്ചു വരവ്. അർജുനൻ കൃഷ്ണനെ കാണാൻ പോയി. തിരിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ, തലയിൽ കിരീടമില്ല, കയ്യിൽ ഗാണ്ഡീവമില്ല. അർജുനൻ എവിടെ പോകുമ്പോഴും കയ്യിൽ അർജുനന് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്തുണ്ട്? ഗാണ്ഡീവം. അത് അർജുനൻ്റെ വലിയൊരു സമ്പത്ത് പോലെയാണിത്. അങ്ങനെ അർജുനൻ ഗാണ്ഡീവമില്ലാതെ, തലയിൽ കിരീടമില്ലാതെ, പാറിയ മുടിയുമായി, മുഷിഞ്ഞ വേഷവുമായിട്ട് അർജുനൻ എത്തിച്ചേരുന്നു. കണ്ടപ്പോൾ തന്നെ ധർമ്മപുത്രർക്ക് മനസ്സിലായി എന്തോ അപകടം സംഭവിച്ചു. ചോദിച്ചു, നീ എന്തു പറ്റി? യാദവന്മാർ നിന്നെ ആദരിച്ചില്ലേ? നിനക്ക് കൃഷ്ണനെ കാണാൻ പറ്റിയില്ലേ? നമ്മുടെ അച്ചമ്പങ്ങളുടെ പുത്രനായ, അമ്മാവൻ്റെ പുത്രനായ, അമ്മാവൻ്റെ പുത്രനായ കൃഷ്ണൻ, അദ്ദേഹത്തിന് വല്ല അപകടവും പറ്റിയോ? എന്താണ് ദ്വാരകയിലെ വിശേഷം? ബലരാമസ്വാമി സുഖമായിട്ടിരിക്കുന്നില്ലേ? പറയാണ്, ധർമ്മപുത്രരോട് പറയാണ്, ഞാൻ വഞ്ചിതനായി. എൻ്റെ സർവസ്വമായ എൻ്റെ സുഹൃത്തായ, എന്നും എൻ്റെ ഒരു സാരഥിയായ കൃഷ്ണൻ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ദ്വാരകയിൽ പോയപ്പോഴേക്കും കൃഷ്ണനും കുലവും നശിച്ചു കഴിഞ്ഞു. കൃഷ്ണൻ അർജുനനൊരു ജോലി കൊടുത്തിരുന്നു, ദ്വാരകയിലെ സകല സ്ത്രീകളെയും ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവരാൻ. ഒരു വശത്ത് കൃഷ്ണൻ പോയതിൻ്റെ ദുഃഖം നോക്കണേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാം അർജുനൻ വരുന്നുണ്ടെന്ന്. അർജുനൻ എത്തുന്നതിന് മുമ്പ്, അർജുനൻ ദ്വാരകയിലേക്ക് കാല് വയ്ക്കുന്നതിന് മുമ്പ് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് സ്ഥലം വിട്ട് കളഞ്ഞു. തൻ്റെ സാരഥിയായിരിക്കുന്ന ദാരുകനോടാണ് പറയുന്നത്, ദാരുകൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകണം, അർജുനൻ കാത്തിരിക്കുന്നുണ്ട്, എന്നെ കാണാൻ വന്നതാണ്. പറയണം, എൻ്റെ ദേഹവിയോഗത്തിൽ തളരരുതെന്ന് പറയണം. ഗീത ഞാൻ പറഞ്ഞു കൊടുത്തത് ഓർക്കാൻ പറയണം. ദ്വാരകയിലെ സകല സ്ത്രീകളെയും ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുപോകാൻ പറയണം. കാരണം ഭഗവാൻ അറിയാം അർജുനന് ഗാണ്ഡീവമുണ്ട് എന്ന ഒരു തോന്നൽ അത് വിട്ടിട്ടില്ല. തൻ്റെ ശക്തി മുഴുവൻ ഗാണ്ഡീവം എന്നത് ഭഗവാൻ പരീക്ഷിച്ചു കളഞ്ഞു. ദ്വാരകയിലെ സകല സ്ത്രീകളെയും കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് വരുന്ന സമയത്ത് കാടന്മാർ പിടിച്ചു വലിച്ച് അർജുനനെ ഉപദ്രവിക്കുകയാണ്. അർജുനൻ ഗാണ്ഡീവത്തിൽ അമ്പെടുത്തു, പക്ഷെ മന്ത്രങ്ങളൊന്നും ഓർമ്മ വന്നില്ല. ആ ഗാണ്ഡീവം അർജുനനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. തൻ്റെ ഏറ്റവും സർവസ്വമായി കണ്ട ഗാണ്ഡീവം അർജുനൻ നഷ്ടപ്പെടുമ്പോൾ കൃഷ്ണനും പോയി, ഗാണ്ഡീവവും പോയി. തളർന്ന് ഇതാ കരഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ വഞ്ചിതനായി തീർന്നു. പക്ഷേ ഭാഗ്യവശാൽ അർജുനൻ പറയണു, അർജുനൻ്റെ മനസ്സ് ഒരു നിമിഷത്തേക്ക് പണ്ട് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചതുണ്ടല്ലോ, ഓർമ്മയിൽ വന്നു എന്നാണ്. അവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അർജുന,
നീ എന്നെ ശരീരമായി കാണരുത്, ഞാൻ നിന്റെ ആത്മാവായി കൂടെയുണ്ട്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മദ്യം ച ഭൂതാനാമന്തമേവ ച. അഹം ആത്മാ, ഞാൻ എല്ലാവരുടെയും ആത്മാവാണ്. അതുകൊണ്ട് നജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ കഥിതാവാന ഭൂയ അജോദിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ വേദാ വിനാശിനം നിത്യം യേനമവജമവ്യയം കഥം സപുരുഷ പാർത്ത കം കാതയതി ഹന്തികം. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം. അത് നമ്മുടെ ഒരു ശക്തിയായിരിക്കണം. 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം മുതൽ ഒരു 11 ശ്ലോകം പഠിക്കുക. അത്രയും മതി നമ്മുടെ മനസ്സിലേക്ക്. അതിങ്ങനെ ഒരു ശക്തി തരും നമുക്ക്. അതിൻ്റെ അർത്ഥം കൂടി ഉൾക്കൊണ്ടാല. നോക്കൂ, നിങ്ങൾ എത്രയോ കാലം മുമ്പ് പറഞ്ഞു വെച്ചതാണ് ഭഗവാൻ, ഞാൻ എല്ലാവരുടെയും. അപ്പം ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിട്ടുപോയാലും ഭഗവാൻ വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയരുത് ഞാൻ ഒറ്റയ്ക്കാണ്, ആരുമില്ല എൻ്റെ കൂടെ. നിങ്ങളുടെ മനസ്സ് ആരുമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചോദിക്കുക, ഈ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? ഇന്ന് നമ്മൾ കരുതിയിരിക്കുന്നത് ശരീരത്തിൻ്റെ ഭാഗമാണ് മനസ്സെന്നാണ്. അത് വിഡിത്തം നമ്മൾ തലയിൽ വെച്ചിരിക്കുകയാണ്. ശരീരത്തിൻ്റെ ഭാഗമായിരുന്നോ മനസ്സെങ്കിൽ എന്തേ മരിച്ച ശരീരത്തിൽ മനസ്സില്ലാത്തത്? ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു മനസ്സെങ്കിൽ കൈകളും കാലുകളും ഒക്കെ ശരീരത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരും ഉണ്ടാവണം. എന്തേ മനസ്സില്ലാത്തത്? അപ്പം തന്നെ ഉറപ്പല്ലേ ശരീരത്തിൻ്റെ ഭാഗമല്ല. അപ്പം പിന്നെ ആര് നിലനിർത്തണോ? അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് മനസ്സിനെ നിലനിർത്തുന്നത് മത്തസ്മൃതിജ്ഞാനം അപോഹനം ച ഞാനാണ്. ഏതുപോലെ എന്നറിയോ ഭഗവാൻ പറയുന്നത്? ഇന്ന് നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ കാരണം ഭഗവാൻ പറയാണ് ഇത്തിരി സൂക്ഷ്മമായി നമ്മൾ ചിന്തിക്കുന്നില്ല. എത്ര ലളിതമായ ഉദാഹരണം കൃഷ്ണൻ പറയണമെന്നറിയോ? ഏത് സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാലയിലേക്ക് നോക്കൂ എന്നാ പറയുന്നത്. ഏതിലേക്ക്? ഒരു പൂമാലയിലേക്ക് നോക്കൂ. മാലകൾ കെട്ടിയിട്ടില്ലേ ഇവിടെ? ഓരോ പൂക്കളും ചേർന്ന് ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം പൂക്കളല്ല, അതിനൊക്കെ കോർത്തിരിക്കുന്നൊരു നൂലാണ് എന്ന് മറക്കരുത്. ഇന്ന് നമ്മളൊക്കെ ചേർന്ന് ഇവിടെ ഇരിക്കണ്ടല്ലോ. നിങ്ങൾ മാനസികമായി ഭാര്യ, ഭർത്താവ്, മക്കള് ഓരോ മനസ്സും ഒരു പൂവാണെന്ന് കരുതൂ. ഓരോ മനസ്സുകളും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ പൂക്കളും തെറ്റിദ്ധരിക്കുകയാണ്. മറ്റേ പൂവാണ് എൻ്റെ ശക്തി, മറ്റേ പൂവാണ് ശക്തി. അതിലൊരു പൂവടർന്ന് വീഴുമ്പോഴാണ് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് കരയുന്നത്, ഭഗവാനെ എന്തിനെന്നെ ശിക്ഷിക്കണം, ഞാൻ ഒറ്റപ്പെടുന്നുവല്ലോ എന്ന്. ഭഗവാൻ അന്ന് ചോദിക്കും നമ്മളോട്, ഈ പൂവിനെ ആരാണ് കോർത്ത് വെച്ചത്? നിങ്ങളെന്തിന് മറ്റൊരു പൂവിനോട് ഒട്ടിച്ചേർന്ന് ആ പൂവാണ് എൻ്റെ ശക്തി എന്ന് എന്തിന് മനസ്സിലുറപ്പിച്ചു? നിങ്ങളെ തളർത്തിയത് ആരുടെയും മരണമല്ല, നിങ്ങളെ തളർത്തിയത് നിങ്ങളുടെ മനസ്സിൻ്റെ തെറ്റായ ഒരു ധാരണ. നിങ്ങൾ തെറ്റായത് ഉറപ്പിച്ചു വെച്ചു. നിങ്ങളൊരു മറ്റൊരു പൂവിനോട് ചേർന്ന്, മറ്റൊരു മനസ്സിനോട് ചേർന്ന് മനസ്സിലുറപ്പിച്ചു, ഈ പൂവാണ് എൻ്റെ ശക്തി. ആണോ? അല്ലേ? സത്യം മനസ്സിലാക്കൂ. ഒരു മനസ്സിനും മറ്റൊരു മനസ്സിനോട് ശരിക്കും ഒട്ടിപ്പിടിക്കാൻ സാധ്യമല്ല. ഉറക്കത്തിലേക്ക് കടന്നാൽ ആരോട് ഒട്ടിപ്പിടിക്കണം? ഭാര്യയും ഭർത്താവും അടുത്ത് കടന്നാൽ പോലും ഉറക്കത്തിൽ വല്ല ബന്ധങ്ങളുണ്ടോ? മനസ്സിൽ ഉണ്ടോ? ഇല്ലയോ? എല്ലാം ശാന്തം, ശരിയല്ലേ അത്? എന്നാൽ ഉറക്കത്തിൽ നിന്ന് വീണ്ടും മനസ്സ് ഉണർന്നു വരണമെങ്കിൽ അതിനെ ചേർത്ത് വയ്ക്കാൻ ആര് വേണം? അപ്പോൾ ശരിക്കും എപ്പോഴും കൂടെയുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടോ? അത് ഭഗവാൻ പറയുന്നു, നിങ്ങൾ എന്നെ മാത്രം ഓർക്കുന്നില്ല, ബാക്കിയൊക്കെ ഓർക്കുന്നുണ്ട്. എന്താ ചെയ്യുക? ബാക്കിയെല്ലാം ഓർക്കാൻ ഒന്നിനും സമയത്തിന് ഒരു കുറവുമില്ല.
എന്നാൽ എപ്പോഴാ ഭഗവാനെ ഓർക്കുക ബുദ്ധിമുട്ട് വരും, അപ്പം കൃഷ്ണ ഗുരുവായൂരപ്പ സങ്കടം പറയും. അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് നേരമൊക്കെ ദിവസവും ഭഗവാനെ ഓർത്തുകൊണ്ട് ഉറപ്പിക്കണം. എന്ത്? ഭഗവാനെ, ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഞാനെന്ന ജീവാത്മാവും ഭഗവാനെന്ന പരമാത്മാവും. ആ പരമാത്മാവിൻ്റെ മമേവാംശോ ജീവലോകേ അംശമാണ് ഈ ജീവൻ. ഞാൻ ഭഗവാന്റെ ഒരു അംശമാണ്. ഒരു പുഴയെ നോക്കിക്കൊണ്ട് കടൽ പറയുന്ന പോലെ ഈ പുഴ എൻ്റെ ഒരു അംശമാണ്. ഓരോ തിരമാലകളെ നോക്കിക്കൊണ്ട് കടൽ പറയുന്ന പോലെ ഓരോ തിരമാലയും എൻ്റെ അംശമാണ്. ഭഗവാൻ നമ്മളെ നോക്കിക്കൊണ്ട് പറയും, ശ്രീലകത്ത് നിന്ന് പറയും, ശ്രീകോവിലിൻ്റെ അകത്ത് നിന്ന് പറയും, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അംശമാണ്. ബോധം വേണ്ടേ നമുക്ക്? വേണോ വേണ്ടയോ? ഇത് ഉറപ്പിക്കണം നമ്മൾ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് വെക്കാൻ സാധിച്ചാൽ അർജുനൻ ഉണർന്നെഴുന്നേറ്റ പോലെ, അർജുനൻ പറയുന്നു ഭാഗവതത്തിൽ, കൃഷ്ണൻ്റെ ദേഹവിയോഗത്തിലും അതുപോലെ തന്നെ കാണ്ഡീവം നഷ്ടപ്പെട്ടതിലും തളർന്നുപോയ അർജുനൻ ഒരു നിമിഷം കൊണ്ട് ഓർത്തു, ഭഗവാൻ ആണല്ലോ എന്നെ നിലനിർത്തുന്നത്, ഞാൻ ആ ഭഗവാന്റെ ഒരു അംശമല്ലേ, എങ്ങനെ കൃഷ്ണൻ എന്നെ ഉപേക്ഷിക്കാൻ സാധിക്കും? കൃഷ്ണനല്ല പോയത്, കൃഷ്ണദേഹമാണ്, കൃഷ്ണൻ്റെ വേഷമാണ്. കൃഷ്ണനുണ്ട്. എവിടെയുണ്ട്? ഈ കൃഷ്ണൻ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കും പിന്നീട്. ഇതാണ് അതിൻ്റെ അർത്ഥം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കർഷതി ഇതി കൃഷ്ണ, എല്ലാം ആകർഷിച്ച് നിർത്തുന്നവൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സിനെയും പ്രാണനെയും അഗ്നിയെയും ആകർഷിച്ച് നിലനിർത്തുന്നവൻ ആരോ അവൻ കൃഷ്ണനാണ്. ആരാ കൃഷ്ണൻ? മനസ്സിനെയും പ്രാണനെയും അഗ്നിയെയും ശരീരത്തിൽ ആകർഷിച്ച് നിർത്തുന്നവൻ ആരോ അവൻ കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ എങ്ങനെ നമ്മളെ വിട്ടുപോകും? എങ്ങനെ കൃഷ്ണനെ നമ്മളെ വിട്ടുപോകാൻ സാധിക്കും എന്ന് അർജുനന് മനസ്സിലായതും വിശോ പറയുന്നു, ഗീതം ഭഗവതാ പ്രോക്തം യത്തൽ സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരത്യങ്ങബൽ വിഭൂ വിശോകോ ബ്രഹ്മസമ്പത്യാം സംചിന്നദ്വൈത സംശയാം ലീന പ്രകൃതി നൈഗുണ്യൽ അലിംഗത്വല്ല സംഭവാം നിശമ്യ ഭഗവൽ മാർഗം സംസ്ഥാം യദുകുലസ്യജാം സ്വപദായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരം. ഗീതം ഭഗവതാ പ്രോക്തം, ഇതാണ് ഭാഗവതം കേട്ടാലുള്ള ഗുണം. അല്പമെങ്കിലും ശ്രദ്ധയോടുകൂടി നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് പറയും, വിഷമങ്ങളല്ല എന്നെ തളർത്തുന്നത്, വിഷമങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. എൻ്റെ മനസ്സിന് സ്വാതന്ത്ര്യമുണ്ട്, അത് ചിന്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, അതിൽ നിന്ന് മനസ്സിനെ മാറ്റി ഭഗവാനെ ചിന്തിക്കാനും. എന്തുകൊണ്ട് എനിക്ക് ഭഗവാനെ ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് എനിക്ക് ഭഗവാന്റെ നിയോഗമാണെന്ന് ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് എനിക്ക് ഭഗവാന്റെ പ്രസാദമെന്ന് ചിന്തിച്ചുകൂടാ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ, അന്ന് നിങ്ങളെ തളർത്താൻ ഒരു ദുഃഖത്തിനും സാധ്യമല്ല. ആ ചിന്ത വരണ്ടേ നമ്മുടെ ഉള്ളിൽ? വേണോ? അത് വരുത്താൻ സാധിക്കണം, അത് സ്വയം വരണം. ആ ഒരു ചിന്ത അർജുനൻ്റെ മനസ്സിൽ വന്നതോടുകൂടി വിശോകോ, എന്തില്ല? ശോകമില്ല. ബ്രഹ്മസമ്പത്ത് നേടി എന്നാണ്. ബ്രഹ്മസമ്പത്ത് നേടുക എന്ന് പറഞ്ഞാൽ മനസ്സ് ആരിലേക്ക് ഉയർന്നു? ഭഗവാനാണല്ലോ, ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ പ്രസാദം, ഭഗവാനാണല്ലോ കൂടെയുള്ളത്, ഭഗവാനെ നേടിയെടുത്തു. അതുപോലെ അതുവരെ എൻ്റെ എന്താ പറയുക, അസ്ത്രം പോയി, ഭഗവാൻ പോയി എന്നൊക്കെയാണ്. നേരത്തെ പോയ ദുഃഖങ്ങളാണ് അർജുനനെ തളർത്തിയതെങ്കിൽ ഇപ്പോൾ പോവാത്ത ഭഗവാനാണ് അർജുനൻ്റെ മനസ്സിലുള്ളത്. നോക്കൂ, മനസ്സൊന്ന് മാറി അങ്ങോട്ട്. നേരത്തെ നഷ്ടത്തിലേക്ക് തിരിഞ്ഞു, ഇപ്പോൾ കൂടെയുള്ള ഭഗവാനിലേക്ക് തിരിഞ്ഞപ്പോൾ മനസ്സ് സ്വാഭാവികമായും ഉയർത്തെഴുന്നേറ്റു. നോക്കൂ നിങ്ങൾ, കൃഷ്ണനൊന്നും വന്ന് അർജുനനെ ഉയർത്തിയില്ല. അർജുനനെ ഉയർത്തിയത് സ്വന്തം മനസ്സാണ്. താഴോട്ട് തിരിഞ്ഞപ്പോൾ, നഷ്ടത്തിലേക്ക് തിരിഞ്ഞപ്പോൾ മനസ്സ് തളർന്നു. നേട്ടത്തിലേക്ക്, എന്താ ഭഗവാന്റെ സാന്നിധ്യത്തിലേക്ക് തിരിഞ്ഞപ്പോൾ മനസ്സ് ഉയർന്നു. ഇതൊക്കെ നമ്മളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമ്മളെ ഉയർത്താനും നമ്മളെ താഴ്ത്താനും ആർക്ക് സാധിക്കും? നമ്മുടെ സ്വന്തം മനസ്സിന്. ആത്മീയത എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്.
അതിന്ന് നമ്മൾ ഹിന്ദുക്കൾ ഭൂരിപക്ഷം തെറ്റിദ്ധരിച്ചു. ദൈവവുമായി ബന്ധപ്പെട്ട പുറമേ നിന്നൊരു ദൈവവും വരാനില്ല ഹിന്ദുക്കൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 130 കോടി ഗുരുക്കന്മാരാണുള്ളത്. ദൈവം എന്ന് പറയുന്നത് ആത്മാവാണ്. ഈ ഗുരുക്കന്മാരെ മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളും ഈശ്വരനും ഒന്നാണ്. പിന്നെ ആരാ വരാനുള്ളത്?